സർട്ടിഫൈ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറ്റ്സ് ബീൻ ഇപ്പോൾ ഒരു 3 years ആവുന്നു. നമ്മൾ മോസ്റ്റ്ലി ഇവിടെ കയാക്കിംഗ് ആണ് ചെയ്യുന്നത്. നമുക്ക് അറൗണ്ട് ഒരു 50 people കപ്പാസിറ്റി കയാക്കിങ്ങിലുണ്ട്. നമ്മൾ സ്റ്റാൻഡപ്പ് പാഡലിംഗ് ചെയ്യുന്നുണ്ട്. അത് അറൗണ്ട് ഒരു 51 ആളുകൾക്ക് സ്റ്റാൻഡപ്പ് പാഡൽ ചെയ്യാൻ പറ്റിയ ടൈം. അതുപോലെ കൺട്രി ബോട്ട്സ് ഉണ്ട്, സ്പീഡ് ബോട്ട്സ് ഉണ്ട്, കൊറാക്കിൾ ബോട്ട്സ് ഉണ്ട്. നമ്മളൊരു 2 hour സെഷനാണ്. അതിൽ നമ്മൾ ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ് അറൗണ്ട് ഒരു 300 ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ് ഉണ്ട് നമ്മുടെ റൂട്ടിൽ. അത് ഫുള്ളി ഓപ്പറേഷനിലാണ്. അപ്പോൾ അതൊക്കെ ഗസ്റ്റിന് എക്സ്പീരിയൻസ് ചെയ്യാം. ഒരുപാട് മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതും നമുക്ക് കാണാം. നമുക്കൊരു മാംഗ്രൂവ്സിൻ്റെ ഒരു റൂട്ടുണ്ട്. ഒരു 15 minutes നമ്മൾ പ്യുവർ മാംഗ്രൂവ്സിൻ്റെ അകത്തൂടെയാണ് പോകുന്നത്. പിന്നെ കയാക്കിംഗ് നമ്മൾ മോസ്റ്റ്ലി പ്രൊമോട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു സസ്റ്റൈനബിൾ സ്പോർട്ടാണ്. നമ്മൾ ഇവിടുത്തെ വാട്ടറിനെയും ഇവിടുത്തെ ഫിഷർമാൻസിനെയും ആരെയും എഫക്റ്റ് ചെയ്യാതെ നമുക്ക് കൊച്ചിയുടെ ഏറ്റവും പ്യുവറായിട്ടുള്ളൊരു നേച്ചർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു വേ ആണ് കയാക്കിംഗ്. നമുക്ക് ഡിഫിക്കൽട്ടി ലെവൽ കുറച്ചുകൂടി സിംഗിൾ സീറ്ററാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരുന്നത്. അത് ഒറ്റയ്ക്ക് പാഡൽ ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ കുറച്ചുകൂടി ഫണ്ണാണ് സിംഗിൾ സീറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഏറ്റവും ഫണ്ണായിട്ടുള്ളത് സ്റ്റാൻഡപ്പ് പാഡലാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ വീഴും. ഇറ്റ്സ് കംപ്ലീറ്റ്ലി സേഫ്. നമ്മളുടെ ആക്ടിവിറ്റി എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സാണ്. അതുപോലെ നമ്മൾ ലൈഫ് ജാക്കറ്റ്സും എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ പാഡലിൽ ലെഫ്റ്റും റൈറ്റും എഴുതിയിട്ടുണ്ട് L&R. അപ്പോൾ അത് ഹോൾഡ് ഇറ്റ് അക്കോർഡിംഗ്ലി. നമ്മളൊരു ബൈക്ക് ഓടിക്കുന്ന പോലെ പാഡൽ ഓടിക്കുക. 2 കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കണം, ഇതിങ്ങനെ വെർട്ടിക്കൽ ആയിരിക്കണം. നമ്മളൊരു ഷോൾഡർ ലെവലിൽ നിൽക്കണം. നോട്ട് ടു വൈഡ്, നോട്ട് ടു ക്ലോസ്. കാക്ക് എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകണം. ലെഫ്റ്റിലേക്ക് പാഡൽ ചെയ്താൽ റൈറ്റിലേക്ക് പോകും, റൈറ്റിലേക്ക് പാഡൽ ചെയ്താൽ ലെഫ്റ്റിലേക്ക് പോകും. അപ്പോൾ സ്ട്രെയിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ 2 സൈഡും പാഡൽ ചെയ്യാം. സോ വെനെവർ യു പാഡൽ കൈ കുറച്ച് സ്ട്രെച്ച് ചെയ്യാം. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്യുക. ഫുൾ ഷുഡ് ബി ഓൾവേസ് സ്ട്രെച്ച്, ഡിപ്പ് ആൻഡ് ഫുൾ. നമ്മൾ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യരുത്. കൈ കുറച്ച് നേരം കഴിയുമ്പോൾ ഹേർട്ടാവും. റിവേഴ്സ് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാഡലൊന്ന് റൊട്ടേറ്റ് ചെയ്യുക, വെള്ളത്തിൽ പുഷ് ചെയ്യുക. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. ഫോർവേഡ് പോകണമെന്നുണ്ടെങ്കിൽ പുൾ ചെയ്യുക, ബാക്ക്വേർഡ്സ് ഇറ്റ്സ് റൊട്ടേറ്റ് ആൻഡ് പുഷ്. ഇത് വെള്ളത്തിൽ വീഴുന്നത് കൊണ്ട് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വീഴില്ല. നമ്മളെ കയാക്സ് എല്ലാം ബിഗിനർ ഫ്രണ്ട്ലി ആണ്, ഭയങ്കര സ്റ്റേബിൾ ആണ് വെള്ളത്തിൽ. ഇൻ കേസ് വീണാൽ തന്നെ നമുക്ക് ജാക്കറ്റ്സ് ഉണ്ട്, നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്, റെസ്ക്യൂ ബോട്ട്സ് ഉണ്ട്. സോ ഇറ്റ്സ് എ 100% സേഫ് ആക്ടിവിറ്റി ടു ഡു. ഇവിടുത്തെ വെള്ളവും അത്ര ഡീപ്പല്ല. മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് ഇറ്റ് ഷാലോ. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഡീപ്പുള്ളൂ. ഇത് ആളുകൾ ഒരു 50% ആളുകൾ നമ്മളെ കയാക്കിംഗ് ഒരു ഫൺ ആക്ടിവിറ്റി ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ റിമൈനിങ് 50% ഇതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു ഏറ്റവും നല്ലൊരു വർക്കൗട്ടും കൂടിയാണ്. നമുക്ക് ഇനിയുള്ള കമ്മിങ് ജനറേഷനോട് പറയാനുള്ളത് ഇതുപോലുള്ള ആക്ടിവിറ്റികൾ നിങ്ങൾ ഡെയിലി ഇതൊരു ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുക. ഇത് ഡെയിലി ചെയ്യുക. നമുക്കിതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. നമുക്കുള്ള മെൻ്റൽ സ്ട്രെസ്സും കാര്യങ്ങളും ഇത് ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ ചെയ്യുന്നതോടെ നമുക്കതും പോയി കിട്ടും. ആൻഡ് ഇത് നമുക്ക് നേച്ചറിനെ ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നേച്ചറിനെ ഒട്ടും അഫക്റ്റ് ചെയ്യാതെ തന്നെ. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഓരോ ക്ലീനപ്പ് ഡ്രൈവ്സ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇവിടെ വരുന്ന എന്തെങ്കിലും പ്ലാസ്റ്റിക്സോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ കയാക്കിൽ പോയിട്ട് കളക്ട് ചെയ്ത് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ യു ക്യാൻ എക്സ്പീരിയൻസ് റൈഡ് ഇൻ ബിറ്റ്വീൻ. നമുക്ക് നേച്ചറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും.